വാരപ്പെട്ടി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്താണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ലഹരിക്കെതിരെ കളിക്കളങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് വാരപ്പെട്ടിയിലെ പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരിക്കുന്നത്. 20 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. 10 പഞ്ചായത്തുകളിലെയും സ്റ്റേഡിയങ്ങൾ നവീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യുവതലമുറ ആഗ്രഹിക്കുന്ന കളിസ്ഥലങ്ങൾ യുവാക്കളൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ കളിസ്ഥലങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ലഹരിക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ലഹരിക്കെതിരെ കളിക്കളങ്ങൾ സൃഷ്ടിക്കട്ടെ എന്നൊരു ക്യാമ്പയിൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ തന്നെ 3 കളിസ്ഥലങ്ങളാണ് ഇവിടെ നവീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സൂചിപ്പിച്ച വാരപ്പെട്ടി ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇടവൂർ സ്റ്റേഡിയം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മൈലൂർ സ്റ്റേഡിയം ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടി ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 10 പഞ്ചായത്തിലും സമാനപരമായ തലത്തിൽ ഇത്തരത്തിൽ കൂടുതൽ കേന്ദ്രീകരിച്ചുള്ള കളിസ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ ഓപ്പൺ ജിമ്മേക്കും പൊതുവായിട്ടുള്ള ഇടങ്ങളൊക്കെ നവീകരിക്കുന്നതിന് വേണ്ടി പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. 26ഓളം കളിസ്ഥലങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ മൂലം ഇപ്പോൾ നവീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയാന നോബി, ബിന്ദു ശശി, ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, സാലി ഐബ്, നിസാമോൾ ഇസ്മായിൽ, ആനീസ് ഫ്രാൻസിസ്, TK കുഞ്ഞുമോൻ, C ശ്രീകല, KK ഹുസൈൻ, ഷാജി വർഗീസ്, PM മുഹമ്മദ് അലി, ഷാജു ലൂക്കോസ്, റഹീം ചന്ദാര, ബേബി ഇട്ടാർ, PK മീരാൻ, KK വിജയൻ, അരുൺ അയ്യപ്പൻ, MI കുര്യാക്കോസ്, PP ലോറൻസ്, ബിന്ദു മണിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.